ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവർ, ഈ ലോകത്തിൽ ജീവിക്കുന്ന നാമൊക്കെ നിരവധിയായ ഭാഗ്യവാന്മാരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വലിയ സമ്മാനത്തുകകൾ ലോട്ടറി അടിക്കുന്നവരെക്കുറിച്ചും കായിക ബിസിനസ് മേഖലകളിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചവരെക്കുറിച്ചുമൊക്കെ നാം ഇപ്രകാരം പറയാറുണ്ട്: വലിയ ഭാഗ്യവാന്മാരാണ് അവരൊക്കെ എന്ന്. ആരാധനാക്രമത്തിലെ 6-ാം ഞായറിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലൂടെ ആരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാരെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന മോശ ഇസ്രായേൽ ജനത്തിന് കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും നൽകുകയാണ്. വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് മോശ നൽകുക. തന്നോടൊപ്പമായിരിക്കുന്ന ജനത്തിനും തൻ്റെ കൂടെ കടന്നു വരുന്ന ശിഷ്യന്മാർക്കുമാണ് ഈശോ ഇന്ന് സുവിശേഷ ഭാഗ്യങ്ങൾ വെളിപ്പെടുത്തി നൽകുക. ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ നിങ്ങൾ സംതൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കരയുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും നിങ്ങൾക്കെതിരെ ദുഷിച്ചതായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം നിങ്ങളുടേതാണ്. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ തൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന നിരവധിയായ സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഈശോ ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുക. തൻ്റെ തന്നെ ജീവിതത്തിലൂടെ ഈശോ നമുക്കത് കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. നീതിനിഷ്ഠർ പന പോലെ തഴച്ചു വളരും, ദുഷ്ടരും അവരുടെ തലമുറയും നാശത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും തിരികെ പോകും. ഇതായിരുന്നു ഇസ്രായേലിൻ്റെ വിശ്വാസം. യുദ്ധങ്ങളും വിപ്രവാസവും പട്ടിണിയും രോഗങ്ങളുമൊക്കെ ഇസ്രായേൽ ജനത്തെയും ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. ദൈവസ്നേഹത്തിൽ നിന്നും ദൈവാശ്രയബോധത്തിൽ നിന്നും അവർ മാറ്റപ്പെടുകയോ തങ്ങൾ ദൈവത്തിന് പ്രീതികരമല്ലാത്തവരാണെന്നുള്ള പൊതുധാരണ സൃഷ്ടിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. ഇവരുടെ മധ്യത്തിലേക്കാണ് ഈശോ കടന്നു വന്നുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് അവരെ ഓർമ്മപ്പെടുത്തുക. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. പ്രിയമുള്ളവർ, ലോകത്തിലെ സാമ്പത്തിക ഭൗതിക നേട്ടങ്ങളെക്കാളൊക്കെ ഉപരിയായി ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരാണ് കൂടുതൽ ഭാഗ്യവാന്മാരെന്ന് സുവിശേഷം ഇന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇന്നത്തെ 1-ാം വായനയിൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: നീതിമാന്റെ പ്രത്യാശ കർത്താവിലാണ്, അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അതിൻ്റെ വേരുകൾ വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു, അത് വേനലിലും ഫലം പുറപ്പെടുവിക്കുന്നു, അതിൻ്റെ ഇലകൾ പച്ചയാണ്. പ്രിയമുള്ളവരെ, ഓരോ വിശ്വാസിയും ക്രിസ്തുവിലാണ് പ്രത്യാശ വയ്ക്കേണ്ടത്. അവൻ്റെ വേരുകൾ ഈശോയിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടിയിരിക്കുന്നു. അത് പ്രാർത്ഥനയിലൂടെയാണ്. അവിടെ ഈശോയെ കണ്ടുമുട്ടുവാനും പ്രത്യാശയിൽ ജീവിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.